പത്തനംതിട്ടയിലെ മറ്റു പ്രദേശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ആറന്മുളയിലേക്ക് പോകുന്നു. അവിടെ റഹീസ് റഷീദാണ് ചേരുന്നത്. റഹീസ്, ആറന്മുള ക്ഷേത്ര പരിസരത്താണ് ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ ആറന്മുളയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം എന്ന് പറയുന്നത് പ്രളയ സമാനമായ ഒരു സാഹചര്യം എന്ന് തന്നെയാണ് ജനപ്രതിനിധികൾ പോലും വിശേഷിപ്പിക്കുന്നത്. മാത്രമല്ല, ഈ ആറന്മുള ക്ഷേത്ര പരിസരത്തൊക്കെ വെള്ളം കയറിയിരുന്നു. പ്രാദേശികമായ റോഡുകളെല്ലാം വെള്ളത്തിൽ മുങ്ങിയിരുന്നു. നിലവിലെ സാഹചര്യം എന്താണ്? രാത്രി കനത്ത മഴ പെയ്തിട്ടില്ലല്ലോ അല്ലേ? റോഷ്നി, രാത്രി മഴ ചെറുതായി മാത്രമേ പെയ്തിട്ടുള്ളൂ. അതിൻ്റെ ഒരു ആശ്വാസം കാണുന്നുണ്ട്. നമ്മൾ നിൽക്കുന്നത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ്. ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഇന്നലെ ഉള്ളതുപോലുള്ള വെള്ളം ഇന്ന് ഇല്ല. ഇത് നമ്മൾ നിൽക്കുന്നത് കിഴക്കേ നടയിലാണ്. കിഴക്കേ നട ഭാഗത്ത് ഇന്നലെ റോഡിലും ഈ പരിസരത്തൊക്കെ വെള്ളമുണ്ടായിരുന്നു. ആ വെള്ളം പൂർണ്ണമായും ഈ ഭാഗത്ത് നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ തെക്കേ നട ഭാഗത്ത് വെള്ളം ഇന്നലെ കയറിയതുപോലെ തന്നെ കിടക്കുകയുമാണ്. ഈ തെക്കേ നട ഭാഗം എന്ന് പറയുന്നത് പമ്പയാറിനോട് ചേർന്നുള്ള പ്രദേശമാണ്. ആ പ്രദേശത്ത് വെള്ളം ഇറങ്ങാതെ നിൽക്കുകയാണ്. ഇവിടുത്തെ ഒരു പൊതുവായ രീതി അനുസരിച്ച് വെള്ളമിറങ്ങാൻ ഇന്ന് ഏതാണ്ട് ഉച്ചയോടുകൂടി സമയം എടുക്കും എന്നതാണ് സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം വനമേഖലയിൽ ഇന്നലെ രാത്രി മഴ ഇല്ലാത്തതാണ് ആശ്വാസമായത്. നമ്മൾ രാത്രി വനമേഖല പ്രദേശത്ത് താമസിക്കുന്ന ആളുകളോട് ചോദിച്ചപ്പോൾ വളരെ കുറച്ച് മാത്രമേ രാത്രി മഴയുണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നു. അതായത് ശബരിമല വനമേഖല, പമ്പ, സീതത്തോട്, ചിറ്റാറ്, ഗവി മേഖലകളിൽ മഴ പെയ്താലാണ് സാധാരണഗതിയിൽ ആറന്മുളയിൽ വെള്ളം കയറുക. ഇന്നലെ സംഭവിച്ചത് അങ്ങനെയാണ്. ഇന്ന് ആറന്മുളയിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നത് ആറന്മുളയിലുള്ള ആളുകൾക്ക് ആശ്വാസമാണെങ്കിലും മറ്റു പ്രദേശങ്ങളിൽ വെള്ളം കയറാൻ സാധ്യതയുണ്ട്. നേരത്തെ ജയശങ്കർ റിപ്പോർട്ട് ചെയ്ത സ്ഥലത്ത് മറ്റു തരത്തിൽ വെള്ളം വന്നതല്ല. നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് നിന്ന് ഇറങ്ങിയ വെള്ളം കയറിയതാണ്. അത് സാധാരണഗതിയിൽ അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. ഇവിടെ നിന്ന് വെള്ളമിറങ്ങും, കിടങ്ങൂർ ഭാഗത്തേക്ക് വെള്ളം കയറും. ഇനി ചെങ്ങന്നൂരിൽ ഇന്നലെ ആറന്മുളയിൽ വെള്ളം ഉള്ളതുപോലെ ചെങ്ങന്നൂരിൽ വെള്ളം കയറാനുള്ള സാധ്യതയാണ് അടുത്ത മണിക്കൂറിൽ കാണേണ്ടത്. അതിനുശേഷം തിരുവല്ലയിൽ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് അപ്പർ കുട്ടനാട്ടിലേക്ക് പോകുന്ന തരത്തിലാണ് ഇവിടുത്തെ സാധാരണഗതിയിലുള്ള വെള്ളത്തിൻ്റെ ഒരു കാര്യങ്ങൾ കിടക്കുന്നത്. നമ്മളിങ്ങോട്ട് വരുന്ന സമയത്ത് വരുന്ന വഴികളിലെല്ലാം ഇടറോഡുകളിലെല്ലാം വെള്ളമുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കാറ് കടന്നു വരാൻ പറ്റുന്ന തരത്തിലുള്ള പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നു. കാറിൻ്റെ വീലിൻ്റെ ഭാഗത്തേക്ക് നിൽക്കുന്ന തരത്തിലായിരുന്നു വെള്ളമുണ്ടായിരുന്നത്. ഇതാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ തെക്കേ നട ഭാഗത്തുള്ളത്. ഈ തെക്കേ നടയിൽ നിന്ന് ഏതാണ്ട് ഒരു 300-400 മീറ്റർ കഴിഞ്ഞാൽ പമ്പയാറാണ്. പമ്പയാറിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ്. ഇപ്പോൾ നമ്മൾ ഈ നടന്നു പോകുന്ന പ്രദേശത്തൊക്കെ ഇന്നലെ വെള്ളമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വെള്ളം ഈ പ്രദേശത്ത് നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിന് തൊട്ടപ്പുറത്തേക്ക് തെക്കേ നടയുടെ ഭാഗത്തേക്ക് ആ നടയ്ക്കപ്പുറത്തേക്ക് വെള്ളം ഇന്നലത്തേതുപോലെ തന്നെ കിടക്കുകയാണ്. അത് കുറഞ്ഞിട്ടുണ്ട് എന്നതാണ് ആശ്വാസം. പക്ഷേ ഇവിടെയുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ ഇന്നലെ നല്ല കലക്കവെള്ളമാണ് വന്നിരുന്നത്. പക്ഷേ ഇന്ന് വെള്ളത്തിന് നല്ല തെളിച്ചമുണ്ട് എന്ന് പറയുന്നതിന് അർത്ഥമായി നമ്മൾ ഇതാ തെക്കേ നട ഭാഗത്തേക്ക് വരുന്നു. ഈ സ്ഥലത്ത് വരുമ്പോൾ റോഡിലേക്ക് വെള്ളം കയറുകയാണ്. അങ്ങോട്ട് പമ്പയാറാണ് കിടക്കുന്നത്. അങ്ങോട്ട് മൊത്തം വെള്ളമാണ്. പക്ഷേ വെള്ളത്തിന് തെളിച്ചമുള്ളത് കൊണ്ട് നാട്ടുകാർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇന്നലെ രാത്രി ഉരുൾപൊട്ടലോ മണ്ണിടിച്ചിലോ മറ്റും ഈ ഭാഗത്ത് വനമേഖലയിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് ഇതുകൊണ്ട് അവർ അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് ഒരു ഉച്ചയോടുകൂടി ഈ ഭാഗത്ത് നിന്ന് വെള്ളമിറങ്ങാനുള്ള സാധ്യതയാണ് ഇവിടെ കാണാം. ഇന്നലെ കയറിയ വെള്ളം അതേപടി തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം ഒഴുക്കുണ്ടായിരുന്നു. ഇന്ന് ഒഴുക്കില്ല എന്നതാണ് ആശ്വാസമുള്ളത്. അതായത് വെള്ളം ഇറങ്ങുകയാണ് എന്ന് തന്നെ മനസ്സിലാക്കണം. ഇന്നലെ ഈ ഭാഗത്ത് ഇവിടെ നിന്ന് ഇപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ആളുകളെ മാറ്റുന്നതിനും മറ്റും സൗകര്യം ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. കാരണം വെള്ളം പൊങ്ങുന്നതനുസരിച്ച് ഇത് പൊങ്ങും. ഇതിനകത്ത് ക്ഷേത്രത്തിൻ്റെ മതിലാണിത്. മതിലിൻ്റെ ഭാഗത്തുള്ള ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെ മാറ്റുന്നതിന് വേണ്ടി തയ്യാറാക്കി. മാത്രമല്ല റഹീസ, ഇപ്പോൾ വള്ളസദ്യയും നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ആളുകൾ എത്തിയിരുന്നു. അപ്പോൾ അത് ചടങ്ങുകൾ മാത്രമായി ചുരുക്കിയതാണ്. അതും ഇന്നും അങ്ങനെ തന്നെ തുടരാനല്ലേ സാധ്യത? ഈ വിശ്വാസികളടക്കം കഴിഞ്ഞ ദിവസം എത്തി അവരെ ലോറിയിലടക്കം കയറ്റിക്കൊണ്ടു പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. ഇന്നും ആറന്മുള വള്ളസദ്യ, പള്ളിയോടം അത്തരം ചടങ്ങുകളൊന്നും ഇന്നുമില്ല. ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ അത്തരം ചടങ്ങുകൾ ഉണ്ടാകില്ല എന്നാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇന്നും ഇതൊന്നും അറിയാതെ കർണാടകയിൽ നിന്ന് നമ്മൾ രാവിലെ ഏതാണ്ടൊരു
5 മണി സമയത്ത് ഇവിടെ വരുന്ന സമയത്ത് കർണാടകയിൽ നിന്ന് തീർത്ഥാടകർ ശബരിമലയിലേക്ക് പോയി ശബരിമലയിൽ നിന്ന് ഇവിടെ വള്ളസദ്യയൊക്കെ കൂടാൻ വേണ്ടി വന്ന ആളുകളുണ്ട്. അവരൊക്കെ മുകളിൽ ഫ്രണ്ടിൽ നിൽക്കുന്നത് കണ്ടിരുന്നു. ഈ തരത്തിൽ നിരവധി ആളുകൾ ഈ പരിസരത്തും മറ്റുമുണ്ട്. കുറേ ആളുകളെ റെസ്ക്യൂ ചെയ്ത് രക്ഷപ്പെടുത്തി. ചില ആളുകൾ ഇന്ന് മഴയൊക്കെ കുറഞ്ഞാൽ ചടങ്ങുകൾ നടക്കും എന്ന് വിചാരിച്ച് ഇവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ അത്തരം മറ്റ് ചടങ്ങുകളൊന്നുമില്ല. ആചാരപരമായ ചടങ്ങുകൾ മാത്രമായിരിക്കും ഉണ്ടാവുക എന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് മറ്റ് ചടങ്ങുകളിലേക്കൊന്നും ഉണ്ടാവില്ല. ചേട്ടാ ഇവിടെ താമസക്കാരനാണ്, ഇവിടെ താമസിക്കുന്ന ആളാണോ? വെള്ളം നിലത്ത് വെച്ച് നോക്കിയിട്ട് ഇറങ്ങി കുറഞ്ഞോ കുറച്ച്? ഇന്നലെ ഇവിടം വരെ ഉണ്ടായിരുന്നു, ഈ പടി വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ഇറങ്ങാനാണ് സാധ്യത. ഇത് കയറുവാണോ? കണ്ണം നിറഞ്ഞു. അതായത് ഇവിടെ നിന്ന് ഇറങ്ങി അവിടെ കയറി ഇനി തിരിച്ച് ഒരുപോലെ ഇറങ്ങി പോയാലേ ഇറങ്ങിയെന്ന് പറയാൻ പറ്റും. ഫ്രണ്ടിൽ ഇറങ്ങി ബാക്ക് സൈഡിൽ കയറി. ആറ്റിൽ നിന്ന് വരുന്ന വെള്ളം ആദ്യമേ കണ്ടത്തിലോട്ടാണ്. കണ്ടമാണ് 2000 ഏക്കർ മുകളിലുണ്ട്. ഈ ഇത്രയും സ്ഥലത്ത് നിറഞ്ഞതിന് ശേഷം ഒരു ലെവലാവും. ഇത് മൊത്തം കൂടെ ഒന്നിച്ചിറങ്ങിയാലേ വെള്ളം ഇറങ്ങിയെന്ന് പറയാൻ പറ്റുള്ളൂ. സാധാരണഗതിയിൽ ഇങ്ങനെ വെള്ളം കയറി കഴിഞ്ഞാൽ ഇറങ്ങാൻ എത്ര സമയം എടുക്കും? മഴ കുറഞ്ഞെങ്കിൽ 3 ദിവസം എടുക്കും. സ്പീഡ് വേ തുറന്നാൽ, തോട്ടപ്പള്ളി സ്പീഡ് വേ തുറന്നാൽ അല്ലേ. ഇതിനിടയിൽ ഇവിടെയോ ശബരിമല വനമേഖലയിലോ മഴ പെയ്താൽ പ്രശ്നമാണ്. മഴ പെയ്തോ ഉരുളുപൊട്ടോ ചെയ്താൽ ഉരുളുപൊട്ടി വെള്ളമല്ലേ പിന്നെയും കളരും. അങ്ങനെ സംഭവിച്ചിട്ടില്ല, സംഭവിക്കാൻ കടത്തിക്കാം. ഇവിടുന്ന് പമ്പ ആറ്റിലേക്ക് എത്രയുണ്ട്? ഒരു 100. ഇവിടെ 2 പമ്പയാറ് കാണാം. വാ, ഇവിടെയൊക്കെ സേഫാണോ? സേഫാണ്. ഇവിടെ ഒന്നും ഇത് റോഡ് തന്നെയാണ്. രാവിലെ കാണിക്കാം. ഇവിടെയൊക്കെ സാധാരണഗതിയിൽ ഈ പ്രളയ സമയത്ത് നല്ലപോലെ വെള്ളം കയറിയ സ്ഥലമാണ്. വെള്ളം കയറും. ഞാനൊരു 10-20 വെള്ളപ്പൊക്കം കണ്ടിട്ടുള്ള ഇവിടെ തലവാസിയാണ്. 3, 4, 5 തലമുറയായിട്ട് താമസിക്കുക. ഇവിടുത്തെ അമ്പലത്തിലെ ചടങ്ങുകളെല്ലാം റദ്ദാക്കി. അതെല്ലാം കറക്റ്റ് അതേപടി നടക്കും. പക്ഷെ നമ്മൾ ഈ നടക്കുമ്പോൾ വെള്ളം കൂടുന്നുണ്ടല്ലേ? ഇതിപ്പം ആറ്റിൽ നിന്ന് വരുന്ന വെള്ളമാണ്, പമ്പയാറ്റിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഇന്നലെ ഇവിടെയൊക്കെ വെള്ളം കൂടുതലായിരുന്നു. ഇവിടെ ഈ ലെവല് ഒരടി വെള്ളം ഈ ലെവൽ വെള്ളം എങ്കിലും ഒരടിയേ കുറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഒഴുക്ക് ഇന്നലെ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. നല്ല ഒഴുക്കായിരുന്നു. നല്ല ഒഴുക്കായിരുന്നു. വെള്ളമൊക്കെ ഉണ്ട് വീട്ടിൽ. കൊച്ചുവെള്ളം കൊണ്ട് ഇറങ്ങാൻ നടക്കണില്ല. ആറ്റ് ഇറങ്ങിയായിരുന്നു. വെള്ളത്തിന്റെ വരവ് നിലച്ചിട്ടില്ല. വെള്ളത്തിന്റെ വരവ് നിന്നിട്ടില്ല. അതാണ് റോഷി പറയുന്നത്. വെള്ളത്തിന്റെ വരവ് വെള്ളം വരവ് നിന്നിട്ടില്ല. ഇതൊക്കെ കണ്ടേ ഈ ഭാഗത്തുള്ള പിന്നെ പടിഞ്ഞാറ നടയാണ്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ നടഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. ആ ഭാഗത്തെ കടകളിലൊക്കെ ഇന്നലെ കുറച്ചുകൂടി വെള്ളമുണ്ടായിരുന്നു. എങ്കിലും ഇതൊന്നും ഇന്ന് ഒരു ഉച്ചയോടുകൂടി അല്ലാതെ ഇറങ്ങാൻ പറ്റില്ല. ഈ ഭാഗത്താണ്, പടിഞ്ഞാറ നട ഭാഗത്താണ്, പടിഞ്ഞാറ ഗോപുര ഭാഗത്താണ് പമ്പ നദിയുള്ളത്. ആ പ്രദേശത്തേക്ക് വരുമ്പോൾ ഇച്ചിരി വെള്ളം കുറയുന്നുമുണ്ട്. അപ്പം 3 ദിവസം നിങ്ങളുടെയൊക്കെ ജീവിതം പ്രശ്നമാവും. അത് വെള്ളം പൊങ്ങുന്നതിനനുസരിച്ചിരിക്കും. ഇന്നലെ എത്ര മണിക്കാണ് വെള്ളം കയറി തുടങ്ങിയത്? നിങ്ങൾ എപ്പോഴാണ് അറിഞ്ഞത്? 6 മണിയോട് കൂടിയായി. 6:30, 7 മണിയായി റോഡിൽ കയറിയപ്പോൾ. രാത്രി തന്നെ അറിഞ്ഞിരുന്നോ? 4 മണിക്ക് അറിഞ്ഞു. എങ്ങനെ റാന്നിന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. റാന്നി മുങ്ങിന്ന് പറഞ്ഞു. റാന്നി മുങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ഇവിടെയാണെന്ന് നമുക്കറിയാം. ഇപ്പം തൊട്ടടുത്ത പടിഞ്ഞാറ ഗോപുരം. ആറ്റില് സാധാരണഗതിയിൽ വെള്ളം താഴുവോ? ഇതിലൂടെ ഒഴുകും. ഇതിലെ വരും. ഇതിലെ വെള്ളം ഇല്ലല്ലോ. പിന്നെ വന്നില്ല. ഇവിടെ വെള്ളം ഇല്ലല്ലോ. പിന്നെ നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് എങ്ങനെയാ വെള്ളം വന്നേ? വെള്ളം ആറ്റിൽ നിന്ന് ഇങ്ങോട്ട് മറിയും. പക്ഷെ ഇനി വരാൻ സാധ്യതയില്ല. വെള്ളം കിളന്നാൽ പമ്പയാറ് വെള്ളം കഴിഞ്ഞതാ. പമ്പയാറ്റിൽ വെള്ളം എപ്പോൾ വേണേൽ കയറാമെന്നുള്ള അവസ്ഥയിലാണല്ലോ. അതായത് ഇപ്പോൾ മഴ തുടരുകയാണെങ്കിൽ ഗുരുതര സാഹചര്യത്തിലേക്ക് കടക്കുമല്ലേ റഹീസ്? അങ്ങനെ വേണം മനസ്സിലാക്കാൻ. ഇപ്പൊ പകൽ മഴ വിട്ടു നിൽക്കണം, എങ്കിലേ ഈ വെള്ളം ഇറങ്ങുകയും അതിനനുസരിച്ച് വെള്ളം പൊങ്ങാതിരിക്കുകയും ചെയ്യണം. ഇതാണ് തിരുവോണത്തോണി കിടക്കുന്ന സ്ഥലമുള്ളത്. അതായത് പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ തിരുവോണത്തോണി. അതാണ് തിരുവോണത്തോണി. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം തിരുവോണത്തോണി. ക്യാമറാമാൻ ചെറുതായിട്ടൊന്ന് സ്ലിപ്പായതാണ്, പക്ഷേ കുഴപ്പമൊന്നുമില്ല. തിരുവോണത്തോണി റഹീസ് സൂക്ഷിക്കണം. പ്രത്യേകിച്ച് വെള്ളം കെട്ടി നിൽക്കുന്നത് മാത്രമല്ല, നല്ല വഴുക്കൽ ഉണ്ടാകും. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്.
നിലവിൽ എന്തായാലും ആ നദിയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജലനിരപ്പ് ഉയർന്നു തന്നെയാണ്. പമ്പയാറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. റഹീസ്, ക്യാമറാമാന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, ചെറുതായിട്ടൊന്ന് സ്ലിപ്പായതാണ്. പക്ഷേ നമുക്ക് കൺട്രോളായി നിൽക്കാൻ പറ്റി. അതാണ് തിരുവോണത്തോണി കിടക്കുന്നത്, അവിടെ അങ്ങോട്ടേക്ക് മാറ്റിയിട്ടിരിക്കുന്നതാണ്. പമ്പയാറ് നിറഞ്ഞ് കവിഞ്ഞ് തന്നെയാണ് ഇപ്പോഴും ഒഴുകുന്നത്. കാരണം നമുക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കൊക്കെ നോക്കിയാൽ വീടുകളും മറ്റും കാണാം. ആ വീടുകളുടെയും മറ്റും ഭാഗത്ത് വെള്ളം നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലമാണെങ്കിലും നമ്മൾ നിൽക്കുന്ന സ്ഥലവും പുഴയും പമ്പയാറും തമ്മിൽ ഏതാണ്ട് സമാസമം കിടക്കുകയാണ്. മഴ കൂടിയാൽ വെള്ളം ഇനി നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് ഇന്നലെ വന്നതുപോലെ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ ആശ്വാസമാണ്. വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇവിടെ വെള്ളം കൂടാൻ സാധ്യതയുള്ള വനമേഖലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതായോ മലവെള്ളപ്പാച്ചിലോ മണ്ണിടിച്ചിലോ ഉണ്ടായതായോ അവിടെ നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നില്ല എന്ന് മാത്രമല്ല, ഇന്നലെ രാത്രി മിനിഞ്ഞാന്ന് പെയ്തതുപോലുള്ള മഴയും പെയ്തിട്ടില്ല. ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഉച്ചയോടുകൂടി ആറന്മുള ഭാഗത്ത് നിന്ന് വെള്ളം ഇറങ്ങാനാണ്. പകൽ ഇനി മഴ കുറയണം എങ്കിൽ വലിയ ആശ്വാസത്തിലേക്ക് കടക്കാവുന്നതാണ്. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.